ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം. ആട്ടുകൊറ്റന്മാർ. ബൽഷാസർ രാജാവിൻ്റെ 3-ാം ഭരണവർഷം ദാനിയേലായ എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ ഞാൻ കണ്ടു. ഞാൻ ഏലാം ദേശത്ത് തലസ്ഥാനമായ സൂസായിലായിരുന്നു. ഞാൻ ഉലായി നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി, ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു. അതിനു 2 വലിയ കൊമ്പുകളുണ്ടായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ്. ആ മുട്ടാട് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചു മുന്നേറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അവനോട് എതിർത്ത് നിൽക്കാനോ അവൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ ഇതാ ഒരു കോലാട്ടുകൊറ്റൻ ഭൂതലത്തിന് കുറുകെ പടിഞ്ഞാറു നിന്ന് നിലം തൊടാതെ പാഞ്ഞു വരുന്നു. ആ കോലാടിന് കണ്ണുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു. നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുകളുള്ള മുട്ടാടിനു നേരെ ഉഗ്രമായ കോപത്തോടെ അത് പാഞ്ഞു വന്നു. അവൻ മുട്ടാടിനടുത്തെത്തുന്നതും ഉഗ്രകോപം പൂണ്ട് ഇടിച്ച് മുട്ടാടിൻ്റെ കൊമ്പ് 2ഉം തകർക്കുന്നതും ഞാൻ കണ്ടു. അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു. അവൻ അതിനെ നിലത്തു വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അതിനെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് കോലാട്ടുകൊറ്റൻ അതീവ ശക്തനായി. പക്ഷേ ശക്തിയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ അവൻ്റെ വലിയ കൊമ്പ് തകർന്നു പോയി. അതിനു പകരം ആകാശത്തിൻ്റെ 4 കാറ്റുകളുടെയും നേരെ ശക്തമായ 4 കൊമ്പുകൾ മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ച് തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിൻ്റെ ദേശത്തിന് നേരെയും വളർന്നു വലുതായി. അത് ആകാശ സൈന്യത്തോളം വളർന്ന് വലുതായി നക്ഷത്രവ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തി വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അത് ആകാശ സൈന്യത്തിൻ്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപം നിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു. നിരന്തര ദഹനബലി മുടങ്ങി. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹനബലിയെയും നാശം വിതയ്ക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും? അവൻ അവനോട് പറഞ്ഞു, 2300 സന്ധ്യകളും പ്രഭാതങ്ങളും വരെ. അപ്പോൾ വിശുദ്ധ മന്ദിരം പുനരുദ്ധരിക്കപ്പെടും. ദാനിയേലായ ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഇതാ എൻ്റെ മുൻപിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ നിൽക്കുന്നു. ഉലായി തീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഗബ്രിയേൽ, ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക. ഞാൻ നിന്നിടത്തേക്ക് അവൻ വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയവിഹ്വലനായി സാഷ്ടാംഗം വീണു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക. ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ്. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ചു വീണു. എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. അവൻ പറഞ്ഞു, കാലത്തിൻ്റെ അവസാനത്തിൽ, ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. യുഗാന്തത്തെ സംബന്ധിക്കുന്നതാണ് ഇത്. 2 കൊമ്പുള്ളതായി നീ കണ്ട മുട്ടാട് മേദിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരാണ്. കോലാട്ടുകൊറ്റൻ യവന രാജാവാണ്. അവൻ്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദ്യത്തെ രാജാവാണ്. തകർക്കപ്പെട്ട കൊമ്പിൻ്റെ സ്ഥാനത്ത് മറ്റു 4 എണ്ണം മുളച്ചതുപോലെ അവൻ്റെ രാജ്യത്തു നിന്ന് 4 രാജ്യങ്ങൾ ഉദയം ചെയ്യും. പക്ഷേ അവൻ്റെ ശക്തി അവർക്കുണ്ടായിരിക്കുകയില്ല. അവരുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നുവരും. അവൻ്റെ ശക്തി വലുതായിരിക്കും. അവൻ ഭീകരനാശങ്ങൾക്ക് കാരണമാകും. തൻ്റെ പ്രവൃത്തികളിലെല്ലാം അവൻ വിജയിക്കും. ശക്തരെയും പരിശുദ്ധരെയും അവൻ നശിപ്പിക്കും. കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും. അവൻ അതിരറ്റ് അഹങ്കരിക്കും. മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും. രാജാതിരാജനെതിരെ പോലും അവൻ പൊരുതും. എന്നാൽ അവൻ തകർക്കപ്പെടും.
മനുഷ്യകരം കൊണ്ടായിരിക്കുകയില്ല. സന്ധ്യകളെയും പ്രഭാതങ്ങളെയും കുറിച്ച് അറിയിച്ച ദർശനം സത്യമാണ്. എന്നാൽ അനേക നാളുകൾക്കു ശേഷം സംഭവിക്കേണ്ടതാകയാൽ അത് മൂടി മുദ്ര വയ്ക്കുക. ദാനിയേലായ ഞാൻ തളർന്ന് ഏതാനും ദിവസം രോഗിയായി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി. ദർശനം നിമിത്തം ഞാൻ അസ്വസ്ഥനായിരുന്നു. അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല. 9-ാം അധ്യായം. വർഷങ്ങളുടെ 70 ആഴ്ചകൾ. അഹസ്വേരൂസിൻ്റെ മകനും ജനനം കൊണ്ട് മേദിയാക്കാരനും കൽദായരുടെ ദേശത്ത് രാജാവുമായിരുന്ന ദാരിയൂസിൻ്റെ 1-ാം ഭരണവർഷം. അവൻ്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കും എതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ജെറുസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിന് കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു. എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല. അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ്. ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് ശക്തമായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറുസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങ് ചെവി ചായിച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും
അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ, ശ്രവിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്ര വയ്ക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിൻ്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും. അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവം ഒരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അത് അവിടെ നിൽക്കും. 10-ാം അധ്യായം. കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം. പേർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം ഭരണവർഷം ബൽത്തെശാസർ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേദകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും ആയിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പമുണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവരോടി ഒളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തി അറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ
നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിക്കായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭു, ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽദൂതനായ മിക്കായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. 11-ാം അധ്യായം. അവന് സഹായവും ശക്തിയും നൽകാൻ മേദിയാക്കാരനായ ദാരിയൂസിൻ്റെ 1-ാം ഭരണവർഷം ഞാൻ എത്തി. ഈജിപ്തും സിറിയയും. ഇപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തി തരും. പേർഷ്യയിൽ 3 രാജാക്കന്മാർ കൂടി ഉയർന്നു വരും. 4-മതൊരുവൻ അവരെല്ലാവരെയും കാൾ സമ്പന്നനായിരിക്കും. സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കിവിടും. പിന്നെ ശക്തനായ ഒരു രാജാവ് വരും. അവൻ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാകും. സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യും. അവൻ ഉച്ചകോടിയിൽ എത്തുമ്പോൾ അവൻ്റെ സാമ്രാജ്യം തകർന്ന് ആകാശത്തിൻ്റെ 4 കാറ്റുകളിലും ലയിക്കും. അത് അവൻ്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല. അവൻ്റെ പ്രാബല്യം പിൻഗാമികൾക്ക് ഉണ്ടാവുകയില്ല. അവൻ്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് പ്രബലനാകും. എന്നാൽ അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും. അവൻ്റെ സാമ്രാജ്യം വളരെ വിപുലമായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ സഖ്യം ചെയ്യും. ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പുത്രി സമാധാനം സ്ഥാപിക്കാൻ ഉത്തരദേശത്തെ രാജാവിൻ്റെ അടുത്ത് എത്തും. എന്നാൽ അവളുടെ പ്രാബല്യം നീണ്ടു നിൽക്കുകയില്ല. അവനും അവൻ്റെ സന്തതിയും നിലനിൽക്കുകയില്ല. അവളും അവളുടെ സേവകരും അവളെ അവകാശപ്പെടുത്തിയിരുന്നവനും വധിക്കപ്പെടും. ആ കാലങ്ങളിൽ അവൻ്റെ സ്ഥാനത്ത് അവളുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും. അവൻ ഉത്തരദേശത്തെ രാജാവിൻ്റെ സൈന്യത്തിനെതിരെ വന്ന് കോട്ടയിൽ പ്രവേശിച്ച് അവരോട് എതിർത്ത് ജയിക്കും. അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമൂല്യമായ പൊൻവെള്ളി പാത്രങ്ങളും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും. കുറെ കാലത്തേക്ക് ഉത്തരദേശത്തെ രാജാവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പ്രദേശത്തേക്ക് വരും. എന്നാൽ അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും. അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അവർ ഇരച്ചു കയറും. അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധമെത്തും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ടു പുറപ്പെട്ട് വലിയ സൈന്യസന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. ആ സൈന്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും 10,000 ആളുകളെ വീഴ്ത്തുകയും ചെയ്യും. പക്ഷേ അവൻ പ്രബലനാവുകയില്ല. ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ സൈന്യവ്യൂഹത്തെ വീണ്ടും ഒരുക്കും. ഏതാനും വർഷങ്ങൾക്കു ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരവുമായി അവൻ വരും. അക്കാലത്ത്
അനേകർ ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉയർന്നുവരും. നിന്റെ ജനത്തിൽപ്പെട്ട അക്രമികൾ ഈ ദർശനം നിവൃത്തിയാകേണ്ടതിന് അവനെതിരെ കലഹിക്കും. എന്നാൽ അവർ പരാജയപ്പെടും. അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് വന്ന് ഉപരോധം ഏർപ്പെടുത്തി സുരക്ഷിത നഗരം പിടിച്ചടക്കും. ദക്ഷിണദേശത്തെ സൈന്യത്തിന് അവൻ്റെ ധീരയോദ്ധാക്കൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ ശക്തിയുണ്ടാവുകയില്ല. എന്നാൽ ആക്രമണകാരി സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. ആർക്കും അവനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. മഹത്വത്തിൻ്റെ ദേശത്ത് അവൻ നിൽക്കുകയും അത് അവൻ്റെ പിടിയിൽ അമരുകയും ചെയ്യും. ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും. അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കാൻ വേണ്ടി തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ആ ശ്രമം വിജയിക്കുകയില്ല. അത് അവന് ഉപകരിക്കുകയില്ല. അനന്തരം അവൻ തീരപ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചടക്കും. പക്ഷേ ഒരു സൈന്യാധിപൻ അവൻ്റെ ഔദ്ധത്യത്തിന് കടിഞ്ഞാണിടും. ആ അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും. അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്ക് മടങ്ങും. പക്ഷേ അവൻ കാലിടറി വീഴും. അത് അവൻ്റെ അവസാനമായിരിക്കും. പിന്നെ അവൻ്റെ സ്ഥാനത്ത് മറ്റൊരുവൻ ഉയർന്നു വരും. അവൻ മഹത്വത്തിൻ്റെ ദേശത്തു നിന്ന് കപ്പം പിരിക്കാൻ ഒരുവനെ അയക്കും. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോ അല്ലാതെ സംഹരിക്കപ്പെടും. അവൻ്റെ സ്ഥാനത്ത് നിന്ദ്യനായ വേറൊരുവൻ ഉയരും. അവന് രാജപദവി ലഭിച്ചിരുന്നില്ല. അവൻ മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും. അവൻ തൻ്റെ മുൻപിൽ നിന്ന് സൈന്യങ്ങളെ ഉടമ്പടിയുടെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റും. സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോടെ പെരുമാറും. അനുയായികൾ കുറച്ചേ ഉള്ളുവെങ്കിലും അവൻ പ്രബലനാകും. മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നുവരും. പിതാക്കന്മാരോ പിതാമഹന്മാരോ ചെയ്തിട്ടില്ലാത്ത ക്രൂരതകൾ അവൻ ചെയ്യും. തൻ്റെ അനുചരന്മാർക്ക് അവൻ കൊള്ളവസ്തു പങ്കിട്ടുകൊടുക്കും. അവൻ ശക്തിദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും. പക്ഷേ കുറെ കാലത്തേക്ക് മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ശക്തിയും ധൈര്യവും ഉണർന്ന് അവനൊരു മഹാസൈന്യവുമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും. ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തവുമായ ഒരു സൈന്യത്തോടു കൂടെ അവനെ നേരിടും. എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അവൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം നിർമാർജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും. ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ അസത്യം പറയും. പക്ഷേ ഒന്നും ഫലിക്കുകയില്ല. കാരണം അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല. അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. പക്ഷേ അവൻ്റെ ഹൃദയം വിശുദ്ധ ഉടമ്പടിക്കെതിരെ ഉറച്ചിരിക്കും. അവൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങിവരും. ഇത്തവണ മുൻപത്തേതുപോലെ ആയിരിക്കുകയില്ല. കിത്തിമിലെ കപ്പലുകൾ അവനെ എതിർക്കും. അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചു വന്ന് ക്രുദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും. അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും. അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചുനിന്ന് പ്രവർത്തിക്കും. കുറെ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും. വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല. അവരോട് ചേരുന്ന പലരും കപട ഉദ്ദേശത്തോടെ ആയിരിക്കും അങ്ങനെ ചെയ്യുക. ജ്ഞാനികളിൽ ചിലർ വീഴും. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമ ദിനം വരാനിരിക്കുന്നതേയുള്ളൂ. രാജാവ് സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. അവൻ തന്നെ തന്നെ ഉയർത്തുകയും സകല ദേവന്മാർക്കും ഉപരിയായി മഹത്വപ്പെടുത്തുകയും ദേവന്മാർക്കും ദൈവമായവനെതിരെ ഭീകരദൂഷണം പറയുകയും ചെയ്യും. ക്രോധം പൂർത്തിയാകുന്നതുവരെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. എന്തെന്നാൽ
നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവൻ കൂട്ടാക്കുകയില്ല. എല്ലാവർക്കും ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവൻ ഒരു ദേവനെയും വകവയ്ക്കുകയില്ല. അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും. തൻ്റെ പിതാക്കന്മാർ അറിയാത്ത ദേവനെ സ്വർണം, വെള്ളി, രത്നങ്ങൾ, വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനിക്കും. ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവന്റെ സഹായത്തോടെ അവൻ പൊരുതും. തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും. അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും ദേശം വിഭജിച്ച് അവർക്ക് വിൽക്കുകയും ചെയ്യും. അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും. പക്ഷേ ഉത്തരദേശ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലിക്കാറ്റുപോലെ അവനെതിരെ ആഞ്ഞടിക്കും. രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും. അവൻ മഹത്വത്തിൻ്റെ ദേശത്ത് വന്നെത്തും. 10,000-കണക്കിന് ആളുകൾ വീഴും. എന്നാൽ ഏദോമും മൊവാബും അമ്മോന്യരുടെ പ്രധാന ഭാഗങ്ങളും അവൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അവൻ രാജ്യങ്ങൾക്കെതിരെ കൈനീട്ടും. ഈജിപ്ത് ദേശം രക്ഷപ്പെടുകയില്ല. അവൻ ഈജിപ്തിലെ സ്വർണവും വെള്ളിയും മറ്റ് അമൂല്യ വസ്തുക്കളും സ്വന്തമാക്കും. ലിബിയക്കാരും എത്തിയോപ്യക്കാരും അവനെ അനുഗമിക്കും. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കും. അവൻ മഹാകോപത്തോടെ പുറപ്പെട്ട് അനേകരെ ഉന്മൂലനം ചെയ്യും. അവൻ തൻ്റെ രാജമന്ദിര സദൃശമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ വിശുദ്ധഗിരിക്കും ഇടയ്ക്ക് നിർമ്മിക്കും. എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവൻ്റെ ജീവിതം ഒടുങ്ങും.